ചെയ്യാൻ പോകുവാണല്ലേ നിങ്ങൾ? ആർക്ക് വോട്ട് ചെയ്യണം എന്നത് ശരിക്കും നിങ്ങളുടെ മാത്രം തീരുമാനമാണോ? നിങ്ങൾ അറിയാതെ ഒരു തീരുമാനം എടുക്കുകയാണോ? എങ്ങനെയാണ് ഒരു ഗവൺമെന്റിന്റെ വീഴ്ചകളെല്ലാം കണ്ണു ചിമ്മി തുറക്കുന്ന വേഗത്തിൽ വമ്പൻ വികസന നേട്ടങ്ങളായി മാറുന്നത്? അതേപോലെ ഇന്നലെ വരെ നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത ഒരാൾ എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് നാട് രക്ഷിക്കാൻ വന്ന അവതാരമാകുന്നത്? ഇതിന്റെ എല്ലാം പിന്നിൽ കോടികൾ മറിയുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ട്, പൊളിറ്റിക്കൽ പബ്ലിക് റിലേഷൻസ്, സിമ്പിളായി പറഞ്ഞാൽ PR. നമുക്ക് രാഷ്ട്രീയത്തിലെ ഈ ഇമേജ് മേക്കിങ്ങിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒന്ന് ചെന്ന് നോക്കാം. അപ്പോ എന്താണ് സത്യത്തിൽ ഈ പൊളിറ്റിക്കൽ PR? സംഭവം സിമ്പിളായി പറഞ്ഞാൽ ഇത് വെറും പോസ്റ്റർ ഒട്ടിക്കലോ പരസ്യം കൊടുക്കലോ അല്ല. ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു പാർട്ടിയെ ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന രീതിയിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ പരുവപ്പെടുത്തി എടുക്കുന്ന ഒരു തരം ആർട്ട്. അവർ എന്ത് പറയണം, എവിടെ നോക്കിച്ചിരിക്കണം, എന്ത് ഡ്രസ് ഇടണം, എന്തിന് എപ്പോൾ മിണ്ടാതിരിക്കണം എന്ന് വരെ ഈ PR ടീം തീരുമാനിക്കും. ഇവിടെ ലക്ഷ്യം സത്യം മാത്രം പറയുക എന്നതല്ല, ആളുകൾക്ക് എന്ത് കാണാനാണോ കേൾക്കാനാണോ ഇഷ്ടം ആ ചിത്രം പെർഫെക്റ്റായി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതോടെ നേതാക്കൾ സൂപ്പർ ഹീറോകളും എതിരാളികൾ രാജ്യദ്രോഹികളും ഒക്കെയായി മാറും. പക്ഷേ ആ സ്റ്റോറികളുടെ എല്ലാം പിന്നിലെ യാഥാർത്ഥ്യം പലപ്പോഴും വേറെ പലതുമായിരിക്കും. കോടികൾ മുടക്കിയുള്ള ഈ കളിയിൽ PR ഏജൻസികളുടെ കയ്യിൽ കുറെ കിടിലൻ ഐഡിയാസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് മീഡിയ മാനേജ്മെന്റ്. ഏത് വാർത്തയാണ് ഒന്നാം പേജിൽ വരേണ്ടത്, പ്രൈം ടൈം ചർച്ചയ്ക്ക് ആര് പോകണം, പത്രങ്ങളുടെ ഹെഡ്ലൈൻ എന്തായിരിക്കണം എന്നതിലെല്ലാം ഇവരുടെ വ്യക്തമായ പ്ലാനുകൾ നടക്കും. മറ്റൊന്നാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ എന്ന ഇന്നത്തെ ഏറ്റവും വലിയ യുദ്ധക്കളം, ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും. ഒരൊറ്റ ഐഡിയ പ്രൊപ്പഗണ്ട ആയിരക്കണക്കിന് ഫേക്ക് പ്രൊഫൈലുകളിലൂടെയും ഗ്രൂപ്പുകളിലൂടെയും ഇവർ പ്രചരിപ്പിക്കും. കിടിലൻ ട്രോളുകളും റീൽസും ഒക്കെയായി അത് നിങ്ങളുടെ ഫോണുകളിലെത്തുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ആ വലിയ കളിയുടെ ഭാഗമാകും. മൂന്നാമത്തെ തന്ത്രം ഒരു ഹീറോ വർഷിപ്പ് ഉണ്ടാക്കിയെടുക്കലാണ്. ഒരൊറ്റ നേതാവിനെ ഫോക്കസ് ചെയ്ത് നമ്മുടെ നായകൻ കരുത്തനായ നേതാവ് എന്നൊക്കെ തുടർച്ചയായി ബ്രാൻഡ് ചെയ്യും. ആ ആളുണ്ടെങ്കിൽ എല്ലാം സേഫ്, ആളില്ലെങ്കിൽ എല്ലാം തകരും എന്നൊരു ഫീല് ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കും. ദുരന്തർ മൂവിയിലെല്ലാം ഇത്തരത്തിൽ ടാറ്റിക്സ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 2021 ഇലക്ഷൻ ഓർമ്മയിലെ ഉറപ്പാണ് LDF എന്ന ക്യാച്ച് ലൈൻ കേരളത്തിലെ മൊത്തം ഒരു ഓളം ഉണ്ടാക്കി. അത് വെറും ഒരു പരസ്യ വാചകമായിരുന്നില്ല. കോവിഡ് സമയത്ത് മുഖ്യമന്ത്രിയുടെ ആ വൈകുന്നേരത്തെ പ്രസ് മീറ്റുകൾ അദ്ദേഹത്തിനൊരു ക്യാപ്റ്റൻ ഇമേജ് കൊടുത്തു. കൂടെ സർക്കാരിന്റെ കിറ്റ് വിതരണം പോലെയുള്ള കാര്യങ്ങൾ ഈ ഇമേജിന് നല്ല ബൂസ്റ്റ് നൽകി. ഇതിനെല്ലാം പിന്നിൽ പ്രൊഫഷണൽ PR ടീമിന്റെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു എന്ന് അന്ന് വലിയ തോതിൽ ആരോപണം ഉയർന്നിരുന്നു. ഇന്നും ഭരണ തുടർച്ചയ്ക്കായി LDF ഇറങ്ങുമ്പോൾ പിണറായി വിജയൻ എന്ന ലീഡറെയും വികസന അജണ്ടയെയും മുൻനിർത്തിയാണ് അവരുടെ ഓരോ നീക്കവും. അപ്പുറത്ത് ഇതിനെ പൊളിച്ചെടുക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നത് ഭരണ വിരുദ്ധ വികാരത്തെ മാക്സിമം കത്തിക്കാനാണ്. സർക്കാരിന്റെ പോരായ്മകൾ എണ്ണി പറഞ്ഞും ഒരു പുതിയ തുടക്കം വാഗ്ദാനം ചെയ്തുമാണ് കൗണ്ടറുകളാണ് അവരുടെ മെയിൻ. ഇവരുടെ ഇടയിലേക്ക് കയറി വരാൻ പ്രധാനമന്ത്രിയുടെ ഇമേജും കേന്ദ്ര സർക്കാരിന്റെ പവറും കാണിച്ച് ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിലെ സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ചില പ്രത്യേക കമ്മ്യൂണിറ്റികളെ ഫോക്കസ് ചെയ്ത് വോട്ട് ഷെയർ കൂട്ടി ഇവിടെ ഒരു നിർണായക ശക്തിയാവുകയാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ നമ്മൾ എന്തിനാ ഈ PR കെണിയിലൊക്കെ ഇങ്ങനെ സിമ്പിളായി വീണു പോകുന്നത്? സംഭവം സൈക്കോളജിക്കലാണ്. ഒരു കാരണം റിപ്പീറ്റേഷൻ. ഒരേ നുണ 100 തവണ കേട്ടാൽ സത്യമാകുമെന്നല്ലേ? അതുതന്നെ സംഭവം. സോഷ്യൽ മീഡിയയിലും ന്യൂസിലുമൊക്കെ ഒരേ കാര്യം തുടർച്ചയായി കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ അതിൽ വിശ്വസിച്ചു തുടങ്ങും. രണ്ടാമത്തെ പരിപാടി നമ്മുടെ ഇമോഷൻസിനെ പിടിച്ചു കുലുക്കുകയാണ്. നമ്മുടെ പേടി, സ്നേഹം, അഭിമാനം ഇതിലൊക്കെ തട്ടുന്ന ഒരു മെസ്സേജ് വന്നാൽ പിന്നെ നമ്മൾ വേറൊന്നും ചിന്തിക്കില്ല. ഒരു പ്രത്യേക വിഭാഗം അപകടത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ സംസ്കാരം തകരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾക്ക് കണക്കുകളേക്കാൾ വേഗത്തിൽ നമ്മളെ സ്വാധീനിക്കാൻ പറ്റും. അപ്പോ ഒരു ചോദ്യം ഇതാണ്, ഒരു വോട്ടർ എന്ന നിലയ്ക്ക് ഈ ഇൻഫർമേഷൻ പ്രളയത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ ശരിയും തെറ്റും തിരിച്ചറിയും? ഉത്തരം ഒന്നേ ഉള്ളൂ, മറ്റു പലതിലും എന്ന പോലെ നമ്മുടെ കോമൺ സെൻസ്. അത് മാത്രം മതി. ഒരു ന്യൂസോ വീഡിയോയോ ഫോർവേഡോ കിട്ടിയാൽ ചാടിക്കയറി വിശ്വസിക്കാതെ ഒരു സെക്കൻഡ് നിർത്തി ആലോചിക്കുക, ഇത് എവിടുന്നാ വരുന്നത്? ഇത് എന്നിൽ വെറുപ്പ് അല്ലെങ്കിൽ ഭയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എപ്പോഴും കഥയുടെ ഒരു സൈഡ് മാത്രം കേൾക്കാതെ മറ്റേ സൈഡിൽ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം ഓർക്കുക, പാർട്ടികൾ കോടികൾ ഇറക്കുന്നത് നമ്മളെ കൺവിൻസ് ചെയ്ത് അവരുടെ പെട്ടിയിൽ വോട്ട് വീഴ്ത്താനാണ്. പക്ഷെ കളിയിലെ അവസാനത്തെ വിസിൽ ഊതേണ്ടത് നമ്മളാണ്. ആ പവർ നമ്മുടെ കയ്യിലാണ്.
അതറിഞ്ഞുപയോഗിക്കുക. അതുകൊണ്ട് ഒരു പരസ്യം കണ്ടോ ക്യാപ്ഷൻ വായിച്ചോ വിലയേറിയ വോട്ട് കുത്തരുത്. ഒരു നേതാവിന്റെ ചിരിയിൽ വീണുപോകരുത്. ചിന്തിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക. അവിടെയാണ് നിങ്ങൾ എന്ന പൗരന്റെ ധർമ്മം.